ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നൽകുന്ന CUET UG പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തു. NTA നടത്തിയ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും, സ്കോർ കാർഡ്. ഇനി ഇതിന്റെ അഡ്മിഷൻ നടപടികൾ എങ്ങനെയെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. ഇനി ഇതിന്റെ അഡ്മിഷൻ നടപടികൾ നിങ്ങൾ കുറെ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ യൂണിവേഴ്സിറ്റികൾ രജിസ്ട്രേഷൻ നടപടികൾക്ക് വിളിക്കും. ഒരു ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളെ അപ്ലൈ ചെയ്യാൻ പറയും. നിങ്ങൾ ആ ഡൽഹി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്യും. ആ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളിൽ ഹയസ്റ്റ് മാർക്കുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും അഡ്മിഷൻ നടപടികൾ. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളും രജിസ്ട്രേഷന് വിളിക്കും. ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ നടക്കുന്നതാണ്. വിവിധ CUET UG കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുന്നതിന് ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.